കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശരി, ഏതായാലും എന്റെ അമ്മ നിന്റെ വീട്ടിലേക്ക് വരുമ്പോ നിന്റെ അച്ഛനോടും അമ്മയോടും എന്റെ അമ്മയുടെ സ്വഭാവമൊക്കെ കുറച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാ. വെറുതെ ഇനി അവര് തമ്മിലൊരു തെറ്റലുണ്ടായിട്ട് കല്യാണം മുടങ്ങണ്ട. സ്വർണ്ണമൊക്കെ എടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ കല്യാണം വിളി ഉടനെ തുടങ്ങും. ഇനിയിപ്പോ എനിക്കും നീയായിട്ട് ഒന്നിക്കണമെന്നുണ്ട്. പിന്നെ ഏട്ടന്റെ ഷോറൂം ഇവിടെ ആയതുകൊണ്ട് അതിനടുത്ത് തന്നെ താമസിക്കുന്ന എനിക്കിഷ്ടം. ഏതായാലും നീ നിന്റെ ജേട്ടനൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. പൊട്ടിച്ച കള്ളനാവൻ. ഇപ്പോഴീ ഹരിത എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാന്ന് നിന്റെ ആങ്ങളെ സമ്മതിച്ചു എന്ന് പറയുന്നത് 100% വിശ്വസിക്കാൻ പറ്റുമോ? എന്തായാലും അവൾക്ക് ജയേട്ടനെ ഇഷ്ടമായതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ ജയേട്ടന്റെ പിന്നാലെ അവള് ചുറ്റിത്തിരിയുന്നുണ്ട്. പിന്നെ രണ്ടാം കെട്ടായതുകൊണ്ട് നല്ല കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കിട്ടാനൊക്കെ വലിയ പ്രയാസം. അങ്ങനെ നോക്കിയപ്പോ ഈ ബന്ധം നല്ലതാണെന്ന് ഞങ്ങക്ക് തോന്നി. പിന്നെ അവളുടെ വീട്ടിൽ പോയി ഞങ്ങൾ വീടൊക്കെ കണ്ടു. അമ്മ മാത്രമേ ഉള്ളൂ അവൾക്ക്. ആ, ഒരു കാര്യം ചെയ്, നീ ഇപ്പോ ഷോറൂമിലേക്ക് പോര്. അപ്പോ ഹരിതയെ പരിചയപ്പെടാലോ. അതെ, എന്റെ അളിയന്റെ ഭാര്യ, അതായത് എന്റെ ഏട്ടത്തെ ഞാനൊന്ന് പരിചയപ്പെടണ്ടേ? അവൾ എന്റെ പ്രായോ? എന്നാലും ഏട്ടന്റെ ഭാര്യ ഏട്ടത്തെയല്ലേ? താനത് വേഗം ഫിനിഷ് ചെയ്യും. എന്താ അമ്മ മുഖമല്ലാതിരിക്കുന്നെ? ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവര് മുന്നിൽ വന്ന് പെട്ടു. ജയലാലിന്റെ അമ്മ തന്നെ. അവരെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ജയലാല് വേറെ വിവാഹം കഴിക്കാൻ പോകുന്നോണ്ട് ബന്ധം പിരിയുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വെയിലത്ത് നടന്നു വരുന്നത് കണ്ടിട്ട് കാറ് വിറ്റോന്നൊക്കെ ചോദിച്ചു. കാറിനകത്ത് പെട്രോൾ അടിക്കാൻ പൈസയില്ലെന്ന് ഞാനൊരു മടിയും കൂടാതെ പറയുകയും ചെയ്തു. അവര് ബന്ധം പിരിയണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ പ്രശ്നമാവുമല്ലോ. അത് തന്നെ എന്റെയും പേടി. ജയലാലിനോട് രാഗിണി ബന്ധം പിരിയണമെന്നൊക്കെ പറഞ്ഞപ്പോ ജയലാൽ ഒരുമാതിരി അവർ പറഞ്ഞു നിർത്തായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവര് വാശി പിടിച്ച കിടന്ന് നട്ടം തിരിയാൻ പോകുന്നത് എന്റെ മരുമോനാ. ബന്ധം പിരിയാതെ മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. പോരാത്തതിന് ഒരാളുണ്ടല്ലോ, മക്കളെ പാര വെച്ചിട്ട് അവർക്കൊപ്പം നിൽക്കുന്ന ഒരാള്, അഡ്വക്കേറ്റ് വിജയകുമാർ. അങ്ങേരും വേണമെങ്കിൽ ഉപദേശം കൊടുക്കും, ആ ബന്ധം പിരിഞ്ഞിട്ട് വേറെ കെട്ടിയാ മതിയെന്ന്. എന്തായാലും അടുത്തൊരു തലവേദന തന്നെ ഇത്. നിന്റെ മോൾക്കിപ്പോ എന്റെ മോനെ വേണ്ട, പിന്നെന്തിനാ അവൾ അവന്റെ താലിയും കഴുത്തിലിട്ട് നടക്കുന്നേന്നാ ചോദിക്കുന്നെ. ഇനി ദീപയെ കാണാണെങ്കിൽ അത് പൊട്ടിച്ചെടുക്കുമെന്നും പറഞ്ഞു. എന്റെ മുന്നിൽ വെച്ചത് പൊട്ടിക്കാനെങ്ങാനും വന്നാലേ അവരുടെ കൈ ഞാൻ വെട്ടി ഒടിക്കും. അതിന് എനിക്കൊരു പേടിയുമില്ല. ജയലാലേട്ടന്റെ അമ്മയായതുകൊണ്ട് ജഗേട്ടൻ പോലും അവരോട് ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം തീർത്തു കൊടുത്തേനെ. വരുന്ന എന്തായാലും അനുഭവിക്കാം, അല്ലാതെ എന്താ ചെയ്യാ. ഏതായാലും ഇന്ന് സംസാരിച്ചപ്പോ ഞാൻ വിട്ടുകൊടുത്തില്ല. അവര് പറഞ്ഞതിനൊക്കെ വ്യക്തമായ ഭാഷയിൽ തന്നെ മറുപടി കൊടുത്തിട്ടാ വരുന്നേ. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ പോയി വാങ്ങിക്കില്ലേ? എന്നിട്ട് വെറുതെ എന്തിനാ നടന്നു പോയത്? അങ്ങോട്ട് ഓട്ടോയില മോളെ പോയത്, പിന്നെ തിരിച്ചു നടക്കാന്ന് വിചാരിച്ചു. ഓട്ടോയിലും ടാക്സിയിലൊക്കെ വരാൻ പണം തികയുന്നില്ല. അമ്മയ്ക്ക് ലോ പ്രഷറുള്ള കൂട്ടത്തിലാ. നന്നായി വിയർത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് തല ചുറ്റിലും ഉണ്ടാവുന്നുണ്ട്. എന്റെ മോൻ ഡോക്ടറല്ലേ, എന്തെങ്കിലും അസുഖം വന്നാ അവന്റെ അടുത്തേക്ക് ചെല്ലാം. എന്താ പറഞ്ഞ? അല്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല എന്നറിയാം. എങ്കിലും ആൾക്കാരൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ പറയാലോ. മകൻ ഡോക്ടർ ആയതുകൊണ്ട് അസുഖത്തെ പേടിക്കണ്ടെന്ന്.
നീ ഏതെങ്കിലും പള്ളി പോയി കുമ്പസരിച്ചോളൂ. അല്ല, ഇപ്പോഴത്തെ നിന്റെ മാറ്റം അതുപോലെ എല്ലാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുക. എന്റെ ഭാഗത്തെ തെറ്റെനിക്ക് മനസ്സിലായതുകൊണ്ടാ ഞാൻ എന്നെ തന്നെ തിരുത്താൻ തീരുമാനിച്ചത്. അതൊക്കെ പോട്ടെ. ഇപ്പൊ നീ എവിടെയാ താമസം? ഞാൻ എവിടെയെങ്കിലും ആയിക്കോട്ടെ, അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഏതായാലും നിന്റെ ജീവിതം വഴിമുട്ടാൻ പോകുന്നതില് എനിക്ക് സന്തോഷമുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒരുത്തിയെ കാരണം അവരുടെ ഭർത്താവും മക്കളും ശ്വാസം മുട്ടുക. നിന്റെ അമ്മായിയമ്മയാകാൻ പോകുന്ന സ്ത്രീയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവരുടെ തനി സ്വരൂപം ഈ ചാരു എന്ന് പറയുന്ന അഹങ്കാരി. അവളെയാണ് നീ ഭാര്യയാക്കാൻ പോകുന്നതും. ഇതൊക്കെ നീ നേരത്തെ എന്നോട് പറഞ്ഞല്ലേ, പിന്നെന്തിനാ കൂടുതൽ പറയുന്നത്? ചാരു ജയലാലിന്റെ പെങ്ങളാണെന്ന് ഉറപ്പിച്ച നിമിഷം മുതൽ എനിക്ക് അവളോടുള്ള താല്പര്യം കൂടി. അവനിഷ്ടമല്ല ഞാൻ അവന്റെ അളിയനാവുന്നത്. അതുപോലെ എനിക്കും എന്റെ അച്ഛനും ഇഷ്ടമല്ലായിരുന്നു അവൻ ആ വില്ലേജ് ഓഫീസറുടെ മോളെ കെട്ടുന്നത്. എന്നിട്ട് അന്നവൻ ആ കല്യാണം നടത്തി. ബുള്ളറ്റ് ജഗനെ കൂട്ടുപിടിച്ച് ഞങ്ങളെയൊക്കെ അപമാനിച്ചു. അതുകൊണ്ട് അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ അവന്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടും. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടും, അവളും അവളുടെ അമ്മയും കൂടി നിന്റെ കഴുത്ത് വെട്ടും. അതാ ഇനി സംഭവിക്കാൻ പോകുന്നതും. എന്നെ എന്റെ അച്ഛനെയും തോൽപ്പിച്ചിട്ടുള്ളത് ഒരാൾ മാത്രമാണ്. ഇന്നലെ നിന്റെ ശത്രുവും ഇന്ന് നിന്റെ അടുപ്പക്കാരനുമായ ബുള്ളറ്റ് ജഗൻ. പിന്നെ അതിനു മുമ്പ് ഞങ്ങളെ മുട്ടുകുത്തിച്ചത് ആ ഭാഗ്യലക്ഷ്മി മക്കൾ മാത്രമാണ്. അതിനുള്ള തിരിച്ചടി ഞാൻ അവർക്ക് കൊടുത്തു. എങ്കിലും എവിടെ നിന്നോ അവൻ അവതരിച്ചു, ഒരു രക്ഷകനായിട്ട്. ഈ പറയുന്ന ജഗൻ. അതിനപ്പുറം ഇനി ആരും വളർന്നിട്ടില്ല സദാനന്ദനെ മോനെ തളയ്ക്കാൻ. എന്തായാലും കല്യാണം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് കാണണം. മിക്കവാറും സമനില തെറ്റി നീ ഓടുന്നത് എനിക്ക് കാണേണ്ടി വരും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അവളാ എന്റെ ഭാര്യ. അത് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതിലിനി ഒരു മാറ്റമില്ല. പിന്നെ ഈ ദീപ എന്ന് പറയുന്നവള് ഇപ്പൊ നിന്റെ അടുത്ത കൂട്ടുകാരിയാണല്ലോ. അവളോട് എന്ന് പറഞ്ഞേക്ക്, മിക്കവാറും ഞാനും ചാരുവും തമ്മിലുള്ള കല്യാണം നടക്കുന്ന ദിവസം തന്നെ ജയലാലിന്റെ കല്യാണവും നടക്കുമെന്ന്. ആ പെങ്കൊച്ചിനെ ഞാനിപ്പോ കണ്ടിട്ടാ വരുന്നത്, ഹരിതേ. നിന്റെ കൂട്ടുകാരിയേക്കാളും നല്ല കുട്ടിയാണ്. അവളും ജയലാലും കൂടി ദീപ എന്ന് പറയുന്നവളുടെ മുന്നിലൂടെ കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് അവളും നീയും ഒക്കെ കാണും. അങ്ങനെ ലാലേട്ടൻ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ. അല്ലെങ്കിലും ലാലേട്ടൻ ഇനി ബുദ്ധിമുട്ടിക്കാൻ ദീപ ഉദ്ദേശിക്കുന്നില്ല. ഇനി അവനെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചപ്പോ ട്രാക്ക് മാറ്റിയല്ലേ? ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ നിനക്കൊന്നും അറിയില്ല. പഴയ പോലെ ആണിന്റെ കാൽച്ചുവട്ടിലെ അടിമയായിട്ടൊന്നും ഒരുത്തിയും ജീവിക്കില്ലടാ. ദാമ്പത്യ ജീവിതത്തിൽ തുല്യതയില്ലെങ്കിൽ പോടാ പൊല്ലേന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ പാട്ടിന് പോകും. പിന്നെ ദീപ ഒരു പാവമായതുകൊണ്ടാ ഇത്രയും നാളും കടിച്ചു തൂങ്ങിക്കിടന്നത്. ഏതായാലും അവൾക്ക് വേണ്ടുന്ന ധൈര്യം ഞാനിപ്പൊ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ലാലേട്ടന്റെ കാല് പിടിക്കാൻ അവള് വരില്ല. എന്ന് വെച്ചാ നിന്റെ കല്യാണം നടക്കുമ്പോ ലാലേട്ടൻ ഈ പറയുന്ന ഹരിതയെ കെട്ടുവാണെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ആരും വരത്തില്ലെന്നാ പറഞ്ഞേ. അറിയോടാ, ഇനിയിപ്പൊ എടാപോടാന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ഭാര്യയുടെ ഏട്ടൻ എന്റെ ഏട്ടനല്ലേ. നീ ഇപ്പൊ എന്തിനാ എങ്ങോട്ട് വന്നത്? നിന്റെ പെങ്ങൾക്കൊപ്പം വന്നത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനൊപ്പം. എന്റെ പെങ്ങളല്ലായിരുന്നു അവളെങ്കിൽ 100 വട്ടം നീ അവളെ കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞേനെ.
കാരണം അവള് നിന്റെ സ്വഭാവത്തിനൊപ്പം നിൽക്കുന്നവളാ. അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടിലെ മരുമകളായി അവള് വന്നു കഴിഞ്ഞാൽ അന്നോട്ട് ആ വീടിനകത്ത് പ്രശ്നമായിരിക്കും. ഇത് നിന്റെ അമ്മയോടും പെങ്ങളോടും പറയാം. ആയിക്കോട്ടെ, നീ ആരോട് പറഞ്ഞാലും ശരി. നീ ഇവിടേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. അത് അവളെ കെട്ടിക്കഴിഞ്ഞാലും. അളിയനാണെന്നും പറഞ്ഞ് നീ എന്റെ മുന്നിലേക്ക് വരണ്ട. ഇത്രയൊക്കെ ആദർശം പറയുന്ന നീ ആ വില്ലേജ് ഓഫീസറുടെ മോളെ വിട്ടുകളയാൻ പോവാണല്ലോ. അതുള്ളതാണോ? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. നിക്ക്. നീ ഒരു കള്ളനാണെന്ന് എനിക്കറിയാം. എന്നാലും കേട്ടത് ശരിയാണെങ്കിൽ നീ ഒരു അതിബുദ്ധിമാനാണെന്ന് പറയേണ്ടി വരും. ഈ ദീപ എന്ന് പറയുന്നവള് നിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് വഴിപിഴച്ചു പോയിട്ടൊന്നുമില്ല. അവള് പരിശുദ്ധിയോടുകൂടി തന്നെയാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അത് നിനക്കും അറിയാം. അങ്ങനെയുള്ളവളെ നീ കല്യാണം കഴിച്ചിട്ട് നിന്റെ അമ്മയും പെങ്ങന്മാരും പറയുന്ന വാക്ക് കേട്ടിട്ട് വിട്ടുകളയുവാണെങ്കിൽ അവിടെ വിജയകുമാറിന്റെ വാക്കുകൾ സത്യമാണെന്ന് എനിക്ക് കരുതേണ്ടി വരും. അങ്ങേര് പറഞ്ഞു, ദീപ പഴകിക്കഴിഞ്ഞു, അതുകൊണ്ടാ നീ വിട്ടുകളയുന്നതെന്ന്. അതല്ലേടാ വാസ്തവം. നീ അവളെക്കാളും നല്ലൊരു പെൺകുട്ടിയെ ഇവിടെ ജോലിക്ക് വെച്ചിട്ട് അവളെ നൈസായിട്ട് അങ്ങ് തള്ളിക്കളഞ്ഞല്ലേടാ. ദീപ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഒന്ന് ശരി പോകാൻ പറ്റില്ലെന്ന്. എന്റെ അമ്മയ്ക്കും എനിക്കും ഇടയ്ക്കിടെ നട്ടം തിരിയാൻ പറ്റില്ലെന്ന് അയാൾ തന്നെയാണ് പറഞ്ഞത്. അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതിലുപരി നീ അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും എനിക്ക് സന്തോഷമായി. ആ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാണ്. എന്നിട്ട് ജഗൻ എന്ന് പറയുന്ന അവതാര പുരുഷൻ അവസാനം എല്ലാം അലമ്പിക്കളഞ്ഞു. എന്തായാലും ഇപ്പൊ ആ ബന്ധം അറ്റുപോയല്ലോ. എന്നാ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിന്റെ ജോലി നടക്കട്ടെ. പിന്നെ നീ എന്നോട് ഇവിടെ വരണ്ടെന്നൊക്കെ പറഞ്ഞു. അത് നടക്കത്തില്ല കേട്ടോ. ചാരു എന്റെ ഭാര്യയാണെങ്കിൽ അവൾക്കൊപ്പം ഞാൻ ചിലപ്പോ ഇവിടെയൊക്കെ വന്നെന്നിരിക്കും. നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഇവിടെ വരും. ഒരു സമയത്ത് നിന്റെ ഈ ഷോറൂം കത്തിക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ഏതായാലും അങ്ങനെ ചെയ്യാതിരുന്നത് കാര്യമായി. ഇപ്പൊ എനിക്ക് പറഞ്ഞു നടക്കാമല്ലോ, ഈ നാട്ടിലെ വലിയ കാർ ഷോറൂം എന്റെ അളിയന്റെ ആണെന്ന്. ശരിയല്ലയാ, പോട്ടെ. ഇനിയിപ്പോ മോള് വീട്ടിലോട്ട് പോകുമ്പം നമുക്കും കൂടെ പോകാം. അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം. ഞാനിവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല. ഗംഗേട്ടനെ ആരും കാണാതിരുന്നാ മതി. ഫോൺ അടിക്കുന്നു, ആരാ നോക്ക്. മോള. മോളെ, അവിടെ എന്തെടുക്കാൻ രണ്ടാളും? ഞങ്ങൾ ഇവിടെ ഓരോന്ന് അരിഞ്ഞു പെറുക്കിയൊക്കെ ഇരിക്കാ മോളെ. ഫ്രണ്ട് ഡോറൊക്കെ അടച്ചിട്ടിരിക്കണേ. എപ്പോഴും അവിടേക്ക് ആരെങ്കിലും ഇരച്ചു കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇടയ്ക്കച്ഛന്റെ ഇളയ മകള് വന്നിരുന്നു. ഏപ്രിലിൽ കാർത്തിയായിട്ടുള്ള കല്യാണം നടത്തണമെന്നാ പറയുന്നേ. കൂടെ എന്റെയും ചേട്ടന്റെ കല്യാണം നടത്തണമെന്നും വാശി പിടിക്കുന്നുണ്ട്. അവിടെ കാരണം നോക്കി നിനക്കൊന്ന് കൊടുത്തുകൂടായിരുന്നു? അതിനുള്ള തന്റെ ആയിട്ടില്ല അച്ഛാ. ഏതായാലും രണ്ടാളും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. ഞാൻ കുറച്ച് നേരത്തെ വരാൻ നോക്കാം. ശരി മോളെ. ചാരുവിന്റെയും കാർത്തിയുടെയും കല്യാണം നടക്കുന്ന അന്ന് തന്നെ അവരുടെയും നടത്തണമെന്നാ പറയുന്നത്. ജയന്റെയും മോളുടെയും. ഇത് വലിയ തലവേദനയിൽ അവസാനിക്കും. ചാരു, നീ ഒരു ഫ്രോഡിനെ കൂട്ടി ഈ ഷോറൂമിലേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. ആരാ ഈ ഫ്രോഡ്? ആരാ നിനക്കറിയില്ലേ? ആ കാർത്തി. ഞാൻ കെട്ടാൻ പോകുന്ന ആളാ കാർത്തി.
എന്റെ ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആളെ ഫ്രോഡിനൊന്നും വിളിക്കരുത് കേട്ടോ. ഭൂലോക ഫ്രോഡായിരുന്നു ഒരുത്തി ഉണ്ടായിരുന്നു, ദീപ. അവളും അവളുടെ അമ്മയും അനിയത്തിയും പറയുന്ന കേട്ടിട്ട് കാർത്തി അവന്റെ അച്ഛനെയും താറടിക്കരുത്. നിനക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ അറിയാം എനിക്ക് അവനെ. എന്തറിയാവുന്ന ഏട്ടൻ പറയുന്നേ? എന്റെ കല്യാണത്തിന്റെ അന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയത് അവനും അവന്റെ ഗുണ്ടകളും ചേർന്ന. അന്ന് ജഗൻ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞാൻ അവന്മാർ. ഓ, അതെന്തിനു വേണ്ടിയായിരുന്നു? മൊബൈലായ മൊബൈലൊക്കെ അവളെ കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും വന്നു. കാർത്തി അത് ഏട്ടനെ കാണിച്ചു. എന്നിട്ട് കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു. താക്കീത് ചെയ്തു, തല്ലി. എന്നിട്ടും ഏട്ടൻ പിന്മാറിയില്ല. ഓ, അവൻ പറയുന്നത് നിനക്കറിയാവും. ഒന്നുമല്ല, അവളെ കുറിച്ച് മൊബൈലിൽ വന്നതൊക്കെ ഞാൻ കണ്ടതാ. അതൊക്കെ മറച്ചു വെച്ചിട്ടല്ലേ ഏട്ടൻ അവളെ കെട്ടിയത്? അതുപോലെ തന്നെ ഇപ്പൊ സസ്പെൻഷനിലായ വില്ലേജ് ഓഫീസർ ഉണ്ടല്ലോ, കാർത്തിയും കാർത്തിയുടെ അച്ഛനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. കാർത്തിയുടെ അച്ഛന്റെ പല സ്ഥാപനങ്ങളും അവര് പൂട്ടിച്ചിട്ടുണ്ട്. എന്നെ ദേഷ്യത്തിൽ നോക്കണ്ട. എന്താ ഭാഗ്യലക്ഷ്മി വിട്ട് ഭർത്താവ് മാറി താമസിക്കുന്നത്? അവളുമാർക്കൊന്നേ ആണുങ്ങൾ വാഴത്തില്ല. ചാരു, ചാരു, പിന്നെ അവനെ കിട്ടുന്ന നിനക്ക് ഭർത്താവ് വാഴും തോന്നുന്നുണ്ടോ? എന്റെ കാര്യത്തിൽ ഏട്ടൻ ഇടപെടണ്ട. ഞാനേ എന്റെ അമ്മയെ കണ്ടാ പഠിച്ചിരിക്കുന്നെ. അതുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീയൊന്നും നന്നാൻ പോകുന്നില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ വീണ്ടും അവളോട് സിമ്പതി തോന്നുന്നുണ്ടോ? എനിക്ക് അവളോടും സിമ്പതിയില്ല, ഈ പറയുന്ന കാർത്തിയോടും ഇല്ല. നീ അവനെ കെട്ടിക്കഴിഞ്ഞാ അവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് വരണമെന്ന് തോന്നുവാണെങ്കിലേ ഞാൻ വന്നിരിക്കും. ആ, അങ്ങനെയാണെങ്കിൽ ഷോറൂം ഞാൻ അടച്ചിടും. അതൊക്കെ അമ്മ തീരുമാനിക്കും, പൂട്ടണോ വേണ്ടയോന്നൊക്കെ. ഏട്ടൻ വെറുതെ അതിന്റെ പേരിൽ തർക്കിക്കാൻ നിക്കല്ലേ. നിന്റെ സ്വഭാവത്തിന് അതുപോലൊരു വീട്ടിലേക്കാ നീ കയറി ചെല്ലേണ്ടത്. പിന്നെ നശിക്കാൻ പോകുന്ന സമയത്ത് നല്ല നല്ല ഉപദേശങ്ങൾ കേട്ടാലും അതനുസരിക്കാൻ തോന്നില്ലടി. അവൻ എന്നെയും കണ്ടിരുന്നു. ഞാൻ ദീപയുടെ വീട്ടുകാരുടെ സൈഡായതുകൊണ്ട് അവന് നല്ല ദേഷ്യമുണ്ട്. ഹരിതയെ കണ്ടു അല്ലേ? കണ്ടു. കുറച്ചു ദിവസം ഹരിതയ്ക്കൊപ്പം താമസിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല ലേട്ടാ, ഒരു കാരണവശാലും ആ കുട്ടി നമ്മളെന്നും ചതിക്കില്ലെന്ന്. ആ വിശ്വാസം എനിക്കുണ്ട്. നമ്മളെക്കാളൊക്കെ എന്റെ അച്ഛനും ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു ഹരിതയെ. അപ്പൊ പറഞ്ഞായിരുന്നു അമ്മയും കൂട്ടിയാ വന്നേന്ന്. ഞാനിടയ്ക്ക് ചോദിച്ചതാണ്, നിങ്ങൾ രണ്ടാൾ അവിടുന്ന് മാറിയതുകൊണ്ട് അമ്മ എവിടെ കൊണ്ട് നിർത്തിക്കൂടായോ എന്ന്. അല്ല, വെറുതെ ഒരു ജോലിക്കാരി വെക്കുന്നതിന് നല്ലതല്ലേ അത്? പോരാത്തതിന് ആ അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. ഹരിതയുടെ അമ്മയെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ലാലേട്ടന്റെ അമ്മയോ പെങ്ങളോ അവിടേക്ക് വന്നാ അതോടെ എല്ലാം തകരുമല്ലോ. പരമാവധി അങ്ങോട്ട് പോകണ്ട. അന്ന് അമ്മ വന്നപ്പോ നിങ്ങൾ രണ്ടാളും വീടിന് ചുറ്റും കിടന്ന് ഓടുവല്ലായിരുന്നു. ഒയ്യോ, അതിപ്പോഴും ഓർക്കാൻ വയ്യ. രചന ചെയ്യേണ്ടത് ഇത്ര മാത്രം. ദീപയ്ക്ക് മാക്സിമം ധൈര്യം കൊടുക്കണം. ഈ പറയുന്ന ദിവസങ്ങൾക്ക് ഇടിപിടി അങ്ങ് പോകും. അവസരം അമ്മ പറഞ്ഞ എന്നാണോ എന്റെ ഹരിതയുടെ വിവാഹം ഫിക്സ് ചെയ്യുന്നത്, ആ ദിവസം മുമ്പിലെത്തും. അന്ന് ഞാൻ എന്ത് നിലപാടെടുത്താലും കൂടെ നിൽക്കാൻ അയാളോട് പറയണം. ഇനി അങ്ങനെ ചെയ്യാതിരുന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാ അത് അവളുടെ വിധിയാണെന്ന് ലാലേട്ടൻ കരുതിക്കോണം. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ചെങ്കിലും അവൾ അവളുടെ കാര്യം നോക്കണ്ടേ? അക്കാര്യത്തിലൊക്കെ ദിയെ സമ്മതിക്കേണ്ടത്. ഈ നാട്ടിലുള്ളവര് മുഴുവൻ ഒരു ഗുണ്ടയെ പ്രേമിക്കുന്നവളെന്ന് അവളെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല. അതേടാ, ഞാൻ ഗുണ്ടയെ തന്നെ പ്രേമിക്കുന്നെന്ന് പറയാനുള്ളൊരു ധൈര്യം അവൾക്കുണ്ട്. അതാണ് ദീപയ്ക്കില്ലാതെ പോയതും. ഞാൻ വീട്ടിലോട്ട് വരുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം, ഞാനതവിടെ എത്തിച്ചോളാം. കുഴപ്പമില്ല ലാലേട്ടാ. ഇടയ്ക്ക് സമയവും സൗകര്യവും ഒത്തുവന്നാ അവളെ ഒന്ന് വന്ന് കണ്ടാ മതി. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവൾക്കും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ. വെറുതെ വീട്ടിനകത്തിരിക്കുമ്പോഴാ ഓരോന്നിങ്ങനെ ആലോചിച്ച് വേദനിക്കുന്നേ. ഇതല്ല കൈ അയ്യോ, കാണുമ്പോ ഒന്നും വാങ്ങിക്കരുതെന്നാ ദീപ പറഞ്ഞിരിക്കുന്നെ.
എന്റെ രചനെ, ഇത് ഭർത്താവ് ഭാര്യയെ കൊടുത്തുവിടുന്ന പൈസയാണ്. അതെന്തിനാ വാങ്ങിക്കാതിരിക്കുന്നത്? ശരി ലാലേട്ടാ, ഞാൻ കൊടുത്തോളാം. പോട്ടെ. ശരി.